ഹേ ഗായ്സ്, ഇപ്പോൾ ഞാൻ ജപ്പാനിൽ വന്നിട്ട് കുറച്ച് നാളായി. ഇപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാൻ ലോങ് വീഡിയോ ഇടുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മളൊരു എക്സ്പോയിൽ അല്ലെങ്കിൽ ഫെസ്റ്റിൽ പങ്കെടുത്ത് ക്യോട്ടോ സ്റ്റേഷൻ്റെ അടുത്തൊരു ഷ്രൈൻ്റെ അടുത്ത് ഒരു ഫെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ഒന്ന് കയറി എന്തെല്ലാം വണ്ടികളുണ്ടെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ എൻട്രൻസിൽ കയറുകയാണെങ്കിൽ വോക്സ്വാഗൻ്റെ ID ബസ്സാണ് നിങ്ങൾ കാണുന്നത്. നമുക്കറിയാം പഴയ വോക്സ്വാഗൻ്റെ ബസ്സിനെ ഇൻസ്പയർ ചെയ്താണ് ഈ വണ്ടി ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓവറോൾ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ആ പഴയ കളർ സ്കീം, ടോപ്പിൽ വൈറ്റും പിന്നെ ബോട്ടത്തിൽ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഏത് കളറാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ബോഡി കളറും കിട്ടും. പിന്നെ ഓവറോൾ നല്ല ഫങ്കി ഡിസൈനാണ്. ഇവിടെ ജപ്പാനിൽ വാനുകളാണ്, SUVസും വാനുകളാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് വോക്സ്വാഗൺ ഇത് ഇറക്കിയിരിക്കുന്നത്. ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ പൊതുവേ എനിക്ക് വോക്സ്വാഗൻ്റെ ഇലക്ട്രിക് കാറിൻ്റെ ഇൻറ്റീരിയർ അത്ര ഇഷ്ടമല്ല, പക്ഷേ ഈ വണ്ടിക്ക് ചേരുന്നുണ്ട്. ഈ ഒരു ബീജും ഈ ഒരു ബ്ലാക്ക് ഫിനിഷും നല്ല രീതിയിൽ ചേരുന്നുണ്ട് ഈ വണ്ടിയുടെ കളറിനനുസരിച്ച്. പിന്നെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് ഇൻറ്റീരിയറാണ്. വലിയ പാനറാമിക് സൺറൂഫ് ഉണ്ട്. പുറകിലത്തെ റോ നല്ല സ്പേഷ്യസ് ആണ്. അത്യാവശ്യം നല്ല ലെഗ് റൂമും ഹെഡ് റൂമും ഒക്കെ കിട്ടുന്നുണ്ട്. ഒരു ഫുൾ ഫാമിലിക്ക് നല്ല രീതിയിൽ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന സ്പേസാണ് ഈ വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഡ്രൈവിംഗ് സീറ്റിൻ്റെ ആ പൊസിഷനും എല്ലാം നല്ല രീതിയിൽ അത്യാവശ്യം നല്ലൊരു കമാൻഡിങ് പൊസിഷൻ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീലൊക്കെ അഡ്ജസ്റ്റബിൾ ആണ്. ഡോർ പാഡ്സിലൊക്കെ നല്ല സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഓവറോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള വണ്ടിയാണ്. ഇലക്ട്രിക് ആണ്, പക്ഷേ അത്യാവശ്യം ഒരു ഫാമിലി യൂസിന് പറ്റിയ വണ്ടിയാണ്. സ്റ്റൈലിഷ് ആയിട്ടുള്ള വണ്ടിയാണ്. അടുത്ത നമ്മൾ ഇന്ത്യയിൽ കേൾക്കാത്ത ഒരു ബ്രാൻഡാണ് DS ഓട്ടോമൊബൈൽസ്. ഇത് ആക്ച്വലി യൂറോപ്പിലും മറ്റ് രാജ്യങ്ങളിലുള്ളതാണ്. ഇവിടെ ജപ്പാനും ഫേമസ് ആണ്. അപ്പോൾ അതിൻ്റെ D7 എന്ന് പറഞ്ഞ മോഡലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് സിട്രോയിൻ നമുക്ക് പരിചയമുള്ള മോഡലാണ്. നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് മോഡൽസ് അവർ ഇറക്കിയിട്ടുണ്ട്. അതിൽ ഇറക്കാത്തൊരു മോഡലാണ് ഈ കാണുന്ന C4 ഇലക്ട്രിക്. പിന്നെ അത് കഴിഞ്ഞാൽ പുജോയും നമ്മുടെ ഇന്ത്യയിലില്ല, ബട്ട് ഓവറോൾ വെളിയിലെല്ലാം ഫേമസ് ആണ്. അതിൻ്റെ E3008 ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് വോൾവോയുടെ 2 വണ്ടികൾ കാണാം. EX40യും അതുപോലെ EX30യും. സേഫ്റ്റിക്ക് ഏറ്റവും അറിയപ്പെടുന്ന ഒരു കമ്പനിയാണ് വോൾവോ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവരുടെ 2 വണ്ടികളും ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. മെർസിഡീസിൻ്റെ സൈഡിൽ നിന്ന് 3 വണ്ടികളാണ്. GLC, EQB ആൻഡ് EQA ആണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അടുത്തത് ലാൻഡ് റോവറാണ്. അവരുടെ റേഞ്ച് റോവർ വെലാർ, പിന്നെ അതുപോലെ ഈ കാണുന്ന ബ്രിട്ടീഷ് ഗ്രീൻ കളറിൽ റേഞ്ച് റോവർ സ്പോട്ട്. ഇതിലേതാ എൻ്റെ ഫേവറേറ്റ് എന്ന് ചോദിച്ചാൽ ഈ കാണുന്ന ബ്രിട്ടീഷ് ഗ്രീൻ റേഞ്ച് റോവർ സ്പോട്ടാണ്. അത്യാവശ്യം സ്പോർട്ടിയാണ്, എംപോസിംഗ് ആയിട്ടുള്ള വണ്ടിയാണ്. ആക്ച്വലി ഭയങ്കര റോഡ് പ്രസൻസ് ഉള്ള വണ്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട് അതും കമൻറ്റ് സെക്ഷനിൽ ഇറക്കി ഈ ഒരു കളറിനെ പറ്റിയുള്ള അഭിപ്രായം. അടുത്ത നമുക്ക് ഫെമിലിയർ ആയ ഒരു ചൈനീസ് ഓണ്ട് ബ്രിട്ടീഷ് ബ്രാൻഡാണ് നമ്മുടെ എല്ലാവരും ഫേവറേറ്റ് ആയ ലോട്ടസ്. നമുക്കറിയാം ലൈറ്റ് വെയ്റ്റ് സ്പോർട്സ് കാർ ഉണ്ടാക്കുന്ന ബ്രാൻഡായിരുന്നു. പിന്നെ റീസെൻ്റ്ലി അവർ ഇലക്ട്രിക്കിലേക്ക് കൺവേർട്ടായി. നമ്മുടെ ഇന്ത്യയിൽ ഈ 2 വണ്ടികൾ അവർ ലോഞ്ച് ആക്കിയിട്ടുണ്ട്. ഒന്ന് എമയും പിന്നെ ഒന്ന് ഇലക്ട്രയും. ഒന്ന് സിഡാനും പിന്നെ ഒന്ന് SUV ആണ്. അപ്പോൾ ഇതിൻ്റെ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ പോർഷ് ടൈക്കാൻ അതുപോലെ തന്നെ പോർഷ് മെക്കാൻ ഇതൊക്കെയാണ് ഈ വണ്ടികളുടെ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ. വിലയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 2.5 കോടി മുതൽ 3 കോടി രൂപയാണ് ഇതിൻ്റെ എക്സ്ഷോറൂം വില എന്ന് പറഞ്ഞാൽ. ലോട്ടസിനെ കുറിച്ച് അറിയണമെങ്കിൽ അത്യാവശ്യം ഫോർമുല കൊണ്ട് നല്ല പേര് സ്ഥാപിച്ചൊരു കമ്പനിയാണ് ലോട്ടസ് എന്ന് പറഞ്ഞാൽ. അത്യാവശ്യം ലൈറ്റ് വെയ്റ്റ് സ്പോർട്സ് കാർ ഉണ്ടാക്കിയ കമ്പനി. ഇപ്പോൾ അവർ ഫുള്ളി ഇലക്ട്രിക് ആയിട്ട് കമ്മിറ്റഡ് ആയിട്ടുണ്ട്. മാസറാട്ടി സ്റ്റാൻഡ് നോക്കുകയാണെങ്കിൽ ഗ്രെക്കാലെ എന്ന് പറയുന്ന SUV അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഔഡിയുടെ സ്റ്റാൻഡ് നോക്കുകയാണെങ്കിൽ 2 ന്യൂ കാർസാണ് അവർ ഷോക്കേസ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ഏറ്റവും പുതിയ A6 e-tron, പിന്നെ ഒന്ന് Q4 e-tron. അവിടെയുടെ ഏറ്റവും പുതിയ സിഡാൻസും അതുപോലെ ഇനി വരാൻ പോകുന്ന പെർഫോമൻസ് RS ഡിവിഷനുള്ള വണ്ടികളെല്ലാം ഈ ഒരു പ്ലാറ്റ്ഫോമിലായിരിക്കും വരാൻ പോകുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് പോർഷുമായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്ത പ്ലാറ്റ്ഫോമാണ്. പോർഷിൻ്റെ ടൈക്കാൻ്റെ അതേ പ്ലാറ്റ്ഫോമിലാണ് ഈ വണ്ടി ഇപ്പം അവർ ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഇതൊരു എസ്റ്റേറ്റ് കാറാണ്. കണ്ടില്ല, എസ്റ്റേറ്റ് ഫോർമാറ്റിലാണ് ഇപ്പോൾ വണ്ടി അവൈലബിൾ ആയിട്ടുള്ളത്. സിഡാൻ ഫോർമാറ്റിലുണ്ട്, എസ്റ്റേറ്റ് ഫോർമാറ്റിലാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഫ്രണ്ട് എൻഡും റിയർ എൻഡും നോക്കുകയാണെങ്കിൽ നമുക്ക് Audi e-tron GTയുടെ ഒരു ഇൻസ്പിറേഷൻ നമുക്ക് കാണാം. ഗ്രില്ലിന് നോക്കുകയാണെങ്കിൽ ഗ്രില്ലില്ല. ആക്ച്വലി അത് കവേർഡാണ്. ഇലക്ട്രിക് കാറാണ്ട് ഗ്രില്ലിൻ്റെ ആവശ്യമില്ല. ഇനിയിപ്പോൾ Q4 e-tronലേക്ക് വരുവാണെങ്കിൽ റെഗുലർ ആയിട്ടുള്ള SUVയുടെ ഡിസൈൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ആ കൂടെ ക്ലോസ്ഡ് ഗ്രില്ല് ആ ഒരു വ്യത്യാസമേ പറയുള്ളൂ. നമ്മൾ Q3യിൽ കണ്ട അതേ LED ഹെഡ്ലൈറ്റ്സും കാര്യങ്ങളും ഓവറോൾ ഷേപ്പ് Q3യേക്കാൾ കുറച്ചുകൂടി വലുതാണ് Q4. എനിക്ക് പക്ഷേ ഡിസൈൻ്റെ കാര്യത്തിൽ എപ്പോഴും എസ്റ്റേറ്റ് ആണ് SUVയേക്കാളും കുറച്ചുകൂടി ഇഷ്ടം. അതുകൊണ്ട് ഞാൻ A6 e-tron ആണ് പ്രിഫർ ചെയ്യുക. മിനി കൂപ്പറിൻ്റെ സ്റ്റാൻഡ് നോക്കുവാണെങ്കിൽ 3 വണ്ടികളാണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഒന്ന് മിനി കൂപ്പർ, പിന്നെ കൺട്രിമാൻ, അതുപോലെ ക്ലബ്മാൻ. ഇനിയിപ്പോൾ നമ്മൾ BMW സ്റ്റാൻഡ് നോക്കുവാണെങ്കിൽ 2 വണ്ടികൾ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. ഒന്ന് iX3 പിന്നെ i5 M60. ഇതിൽ ഏറ്റവും പുതിയതെന്ന് പറയുന്നത് i5 M60 ആണ്. ഏറ്റവും പുതിയ 5 സീരീസിൻ്റെ പ്ലാറ്റ്ഫോമിൽ വരുന്ന ഫുള്ളി ഇലക്ട്രിക് ആയിട്ടുള്ള ഒരു എസ്റ്റേറ്റ് കാറാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
iX3നെ കുറിച്ച് വലിയ കാര്യമായിട്ട് പറയാനില്ല, എന്നാൽ ഈ വണ്ടിക്ക് ഒരുപാട് ചേഞ്ചസും കാര്യങ്ങളും വരുത്തിയിട്ടുണ്ട്. കറണ്ടിൽ സെല്ലാവുന്ന M5 5 സീരീസിൻ്റെ അതേ പ്ലാറ്റ്ഫോമിലാണ് ഈ വണ്ടി വന്നിട്ടുള്ളത്. ഇത് EV എക്സ്പോയുടെ രണ്ടാമത്തെ ദിവസമാണ്, അതുകൊണ്ട് ആൾക്കാർക്ക് ഭയങ്കര കുറവാണ്. എങ്കിലും ഇവിടെ ഫുഡ് സ്റ്റോൾ അത്യാവശ്യം റിഫ്രഷ്മെൻ്റ് ഒക്കെ അവർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അടുത്ത നമ്മുടെ എല്ലാവരുടെ ഫേവറേറ്റായ പോർഷാണ്. പോർഷിൻ്റെ 3 വണ്ടികൾ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് കയാൻ, പിന്നെ മെക്കാനി, അതുപോലെ തന്നെ ടൈക്കാൻ ക്രോസ് ടൂറിസ്മോ. ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള കയാൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വലിയ വ്യത്യാസങ്ങളില്ല, വലിയ ഡിഫറൻസ് ഇല്ല. ആ കൂടെ ഇതിൽ ഡിഫറൻസ് വരുന്നത് ഈ ഹൈബ്രിഡാണ്. റെഗുലർ കയാനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് കുറച്ച് ചേഞ്ചസ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ബ്രേക്ക് കാലിപ്പേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മുടെ 918 സ്പൈഡർ ഹൈപ്പർ കാറിൻ്റെ അതേ കളറിലുള്ള ബ്രേക്ക് കാലിപ്പേഴ്സ് ഈ വണ്ടിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഈ ഹൈബ്രിഡാണെന്ന് സൂചിപ്പിക്കുന്ന രീതിയിൽ ബാഡ്ജിങ്ങും കാണിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പോർട്ടി ആയിട്ടുള്ള ഇൻറ്റീരിയറാണ് ഈ വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള പോർഷെ കയാൻ്റെ അതേ ഇൻറ്റീരിയറാണ്, വലിയ വ്യത്യാസമോ കാര്യങ്ങളൊന്നുമില്ല. 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ, അതുപോലെ തന്നെ സ്പോർട്സ് കൊറോണ പാക്കേജ് ഉള്ളതുകൊണ്ട് തന്നെ ആ സെൻറ്ററിൽ ക്ലോക്ക് കാണാൻ സാധിക്കും. 2 വലിയ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഉണ്ട്, കൂടാതെ ഒരു വലിയ ഡിജിറ്റൽ ഡിസ്പ്ലേയും കൊടുത്തിട്ടുണ്ട്. ഓവറോൾ നല്ല അത്യാവശ്യം സ്പോർട്ടി സ്പേഷ്യസ് ആയിട്ടുള്ള ക്യാബിനാണ് കയാന് പോർഷെ കൊടുത്തിട്ടുള്ളത്. അടുത്ത കയാനിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് നമ്മുടെ ഫോക്കസ് പോകുന്നത് മെക്കാൻ ഇയിലേക്കാണ്. നമ്മുടെ പെട്രോൾ എഞ്ചിൻ മെക്കാൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ വലിയ വ്യത്യാസങ്ങളുണ്ട്. കാരണം ഇത് കംപ്ലീറ്റ്ലി ന്യൂ പ്ലാറ്റ്ഫോം, കംപ്ലീറ്റ്ലി ന്യൂ പവർ ട്രെയിനിൽ വരുന്നൊരു വണ്ടിയാണ്. ഡിസൈൻ വെച്ച് നോക്കുവാണെങ്കിൽ പഴയ മെക്കാനായിട്ട് യാതൊരു സിമിലാരിറ്റി ഇല്ല. നിങ്ങൾക്ക് തന്നെ കാണാം ഒരുപാട് വ്യത്യാസങ്ങൾ. വണ്ടി ഒറ്റ നോട്ടത്തിൽ പെട്ടെന്ന് ഷേപ്പിൽ അത്യാവശ്യം നല്ല വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. അലോവീൽസ് നോക്കുകയാണെങ്കിൽ പോർഷൻ 9 ടർബോയിൽ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള അലോവീൽസ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ സൈസ് നോക്കുകയാണെങ്കിൽ കയാന് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സൈഡ് ബൈ സൈഡ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ചെറുതാണ് വണ്ടി. അത്ര ചെറുതല്ല, പക്ഷേ അത്യാവശ്യം മിഡ് സൈസ് SUVയുടെ ആ ഒരു സൈസ് ഉണ്ട്. എന്നാൽ അത്യാവശ്യം നല്ല മസ്കുലർ ഡിസൈനാണ് വണ്ടിക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഒരു ബ്ലാക്ക് ഫിനിഷുള്ള കണക്ട് ടെയിൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഫുള്ളി ബ്ലാക്ക് ഫിനിഷാണ്. കാരണം അടിയിലെ ഡിഫ്യൂസറും കാര്യങ്ങളും ഇന്നലത്തെ നല്ല ക്ലീനാണ്. സോ ഇൻറ്റീരിയറിൽ ക്യാബിനിൽ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ 2 ബക്കറ്റ് സീറ്റ്സ്, സ്പോർട്ടി ആയിട്ടുള്ള ബക്കറ്റ് സീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ബ്രൗൺ ഫിനിഷാണ് കൊടുത്തിട്ടുള്ള ഇൻറ്റീരിയർ. 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ കാണാം. 2 ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഉണ്ട്. കൂടാതെ ഫുള്ളി ഡിജിറ്റൽ ക്ലസ്റ്ററാണ് വണ്ടിക്ക് കിട്ടിയിട്ടുള്ളത്. ഫുള്ളി ഇലക്ട്രിക് ആൻഡ് ഗിയർ സെൽറ്ററും കാര്യങ്ങളും ഫ്രണ്ട് പക്ഷേ അത്യാവശ്യം നല്ല ക്ലീനാണ്. സ്പേഷ്യസ് ആയിട്ടുള്ള ഡോർ പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ റിയറിലെ സ്പേസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല. ഒരു മിഡ് സൈസ് SUVയിൽ കാണുന്ന രീതിയിലുള്ള സ്പേസ് ആണ് ഈ വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം ഹെഡ് റൂമും ലെഗ് റൂമും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. 5 പേർക്ക് അത്യാവശ്യം സുഖമായിട്ട് യാത്ര ചെയ്യാവുന്ന രീതിയിലുള്ള സ്പേസും കാര്യങ്ങളും വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഈ ഷോ ചെയ്തിരിക്കുന്ന 3 വണ്ടികളും എൻ്റെ ഫേവറേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഈ കാണുന്ന ടൈക്കാൻ ക്രോസ് ടൂറിസ്മോ. ഇന്ത്യയിൽ നമുക്ക് ടൈക്കാൻ പല വേരിയൻസിനും അവൈലബിൾ ആണ്. പക്ഷേ നോർമൽ ടൈക്കാനെ ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനെ വ്യത്യാസമാക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ എസ്റ്റേറ്റ് ഫോർമാറ്റാണ്. പോർഷെ ഈ ഷോക്കേസ് ഇരിക്കുന്ന 3 വണ്ടികളും ഏറ്റവും സൈസ് കുറഞ്ഞല്ലേ ഏറ്റവും അത്യാവശ്യം ലോ പ്രൊഫൈലായിട്ടുള്ള വണ്ടിയാണ് ഈ കാണുന്ന ടൈക്കാൻ ക്രോസ് ടൂറിസ്മോ. അത്യാവശ്യം സ്പോർട്ടി ആയിട്ടുള്ള അലോവീൽസാണ് കൊടുത്തിട്ടുള്ളത്. ഫുൾ മാട്രിക്സ് LED ഹെഡ്ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ബ്രഷ്ഡ് അലുമിനിയം ഫിനിഷ് ആയിട്ടുള്ള ഒരു പ്രാക്ടിക്കലായിട്ട് റൂഫ് റെയിലും വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. ബാക്ക് വശം നോക്കുകയാണെങ്കിൽ പ്രോപ്പർ എസ്റ്റേറ്റ് കാർ രീതിയിൽ അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നോർമൽ ടൈക്കാൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്കിതാണ് ഇഷ്ടം. നിങ്ങളുടെ ഏതാ ഇഷ്ടം നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. സ്മോക്ഡ് എഫക്റ്റ് ആയിട്ടുള്ള ടെയിൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. കണക്റ്റഡ് ആയിട്ടുള്ള ടെയിൽ ലൈറ്റാണ്. കൂടാതെ പോർഷേന്ന് അതിൻ്റെ ഇൻസൈഡിൽ എംബോസ്ഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ടൈക്കാൻ 4 കൊടുത്തിട്ടുണ്ട്. അതിന് മെയിൻ റീസൺ ഇത് 4 വീൽ ഡ്രൈവ് ഉള്ളൊരു വണ്ടിയാണ്. നല്ലൊരു സെയിൽസ്മാൻ ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് ഡോറും കാര്യങ്ങളൊക്കെ തുറന്നു തന്നു. ഡോറും കാര്യങ്ങൾ തുറന്ന് നമ്മൾ ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പോർട്ടി ആയിട്ട് ഇൻറ്റീരിയറാണ് പോർഷെ ഇതിന് കൊടുത്തിട്ടുള്ളത്. ഈ ബ്ലാക്ക് കളറിന് ചേരുന്ന രീതിയിലുള്ള റെഡ് ഇൻറ്റീരിയറാണ് ഈ വണ്ടിക്ക് കിട്ടിയിട്ടുള്ളത്. ടോപ്പിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് പാനറാമിക് ആയിട്ടുള്ള സൺറൂഫ് കാണാം. പിന്നെ റിയർ പാസഞ്ചേഴ്സിന് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ്സാണ് ബാക്കിൽ കൊടുത്തിട്ട്. ബക്കറ്റ് സീറ്റ്സ് പോലെയൊക്കെ ഇരിക്കും, പക്ഷേ 2 പേർക്ക് സുഖമായിട്ടിരിക്കാം. 3 പേർക്ക് ഇരിക്കാൻ പറ്റും, പക്ഷേ 2 പേർക്കേ സുഖമായിട്ട് ഇരിക്കാൻ പറ്റത്തുള്ളൂ. സെൻറ്ററിൽ ടണലും കാര്യങ്ങളും ആംബ്രസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നത് ഇതിൻ്റെ ചാർജിങ് പോർട്ടാണ്. ഇത് സ്ലൈഡ് ചെയ്യുമ്പോൾ ഇത് ഓപ്പൺ ആയിട്ട് വരും. ഇനിയിപ്പോൾ ഡ്രൈവർ സൈഡ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസ് ആണ് ഫ്രണ്ടിലുള്ളത്. നമുക്ക് അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ള ബക്കറ്റ് സീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഫുള്ളി ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ബക്കറ്റ് സീറ്റ്സ് ആണ്. കൂടാതെ പോർഷിൻ്റെ 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ കാണാം. സ്പോർട്സ് ക്രോണോ പാക്കേജുള്ള സെൻറ്ററിൽ ക്ലോക്ക് കാണാൻ സാധിക്കും. ടച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള കൺട്രോൾസും കാര്യങ്ങളുമാണ് വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. പോർഷയുടെ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതിലൊരു ഓപ്ഷനാണ് നിങ്ങൾ ഈ കാണുന്ന പാനറാമിക് ഗ്ലാസ് റൂഫ്. ക്യാബിൽ നല്ല വിസിബിലിറ്റി, നല്ലൊരു എയറി ഫീൽ ഈ ഗ്ലാസ് റൂഫ് നമുക്ക് തരുന്നുണ്ട്. ലക്ഷറി ബ്രാൻഡിൽ നിന്ന് മാറി മെയിൻ സ്ട്രീമിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ റെനോൾഡ് അവരൊരു വണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഈ വണ്ടി ഞാൻ സ്ഥിരം ജപ്പാനിൽ കാണുന്നതാണ്. വലിയ എക്സൈറ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല.
പിന്നെ സ്റ്റെല്ലാൻഡസ് ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് ജീപ്പ്, ആൽഫ റോമിയോ, അതുപോലെ തന്നെ ഫിയറ്റ്. ആൽഫ റോമിയോ 2 വണ്ടികൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ജൂനിയറും പിന്നെ ഒന്ന് ടൊനാലെ എന്ന് പറയുന്ന SUV. പിന്നെ നമുക്ക് കാണാൻ സാധിക്കും ഫിയറ്റിൻ്റെ 600 ഉണ്ട്. അതിൻ്റെ തൊട്ട് പുറകിൽ ജീപ്പിൻ്റെ റെനഗേഡ് ഉണ്ട്. ജീപ്പിൻ്റെ റെനഗേഡ് വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വണ്ടിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് എന്താ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ജീപ്പിൻ്റെ ഒരു എന്താ പറയുക, ഒരു വിൽക്കാത്തൊരു പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ അത്യാവശ്യം ഒരു ഡിസപ്പോയിൻമെൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് എന്ന് വേണം പറയാം. അങ്ങനെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ എല്ലാ വണ്ടികളും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. എല്ലാ ഇഷ്ടപ്പെട്ട ബ്രാൻഡ്സിൻ്റെ വണ്ടികൾ നമുക്ക് കാണാൻ പറ്റി. ഏതെല്ലാം വണ്ടികളുണ്ട്, അതിൻ്റെ എല്ലാ ഇൻഫർമേഷൻ എല്ലാം അറിയാൻ പറ്റിയിട്ടുണ്ട്. നിങ്ങൾക്കത് കാണിച്ചു തരാൻ പറ്റിയിട്ടുണ്ട്. അപ്പം വളരെ യൂണീക്കായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിനു മുന്നേ ഞാൻ കാർ ഫെസ്റ്റിലൊക്കെ പോയിട്ടുണ്ട്, പക്ഷേ ഇത് ഫസ്റ്റ് ടൈമാണ് EV എക്സ്പോയിൽ ഞാൻ പങ്കെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട വണ്ടികളുടെ പേര് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അതൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.